4ാം ക്ലാസ്സുകാരി ആരഭിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ വാഗ്ദാനം പ്രാവർത്തികമായി. ക്യാൻസർ ബാധിതയായ ആരഭിയുടെ വീട് സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ ജപ്തിയിൽ നിന്നും ഒഴിവായി. എറണാകുളം പെരുമ്പളം സ്വദേശികളായ ഈ കുടുംബത്തിന് ബാങ്കിൽ പണം നൽകി ആധാരവും തിരികെയെടുത്ത് നൽകിയാണ് സുരേഷ് ഗോപി മടങ്ങിയത്. കിടപ്പാടം വീണ്ടെടുത്ത് നൽകും, എല്ലാം ശരിയാകും. പെരുമ്പളം സ്വദേശി രാജപ്പന്റെ കുടുംബത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ ഉറപ്പാണിത്. പറഞ്ഞതുപോലെ തന്നെ കേരള ബാങ്കിൽ പണം നൽകി ജപ്തി ഭീഷണിയിലായിരുന്ന വീടിന്റെ ആധാരം കുടുംബത്തിന് തിരികെയെടുത്ത് നൽകി. രാജപ്പന്റെ കുടുംബത്തെ ദുരിതത്തിലാഴ്ത്തിയത് ക്യാൻസർ ആയിരുന്നു. മകൾ രശ്മിക്ക് ആദ്യം ക്യാൻസർ പിടിപെട്ടു. 26ാം വയസ്സിൽ രശ്മി മരണത്തിന് കീഴടങ്ങി. പിന്നീട് ഭാര്യ മിനിക്കും ക്യാൻസർ സ്ഥിരീകരിച്ചു. മിനിയുടെ ചികിത്സയുമായി വലയുമ്പോഴാണ് മകളുടെ ഇളയകുട്ടി 4ാം ക്ലാസ്സുകാരി ആരഭിക്കും ക്യാൻസർ തിരിച്ചറിയുന്നത്. മജ്ജയിലാണ് കുട്ടിക്ക് ക്യാൻസർ. 3 പേരുടെയും ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാണ് മത്സ്യത്തൊഴിലാളിയായ രാജപ്പൻ ബാങ്കിൽ വീട് പണയപ്പെടുത്തിയത്. ബാങ്കിൽ ലോണിന്റെ തിരിച്ചടവും മുടങ്ങി. കഷ്ടതയറിഞ്ഞ സുരേഷ് ഗോപി ഈ കുടുംബത്തിന് സഹായഹസ്തം നീട്ടുകയായിരുന്നു. ആരഭിക്ക് ജന്മന സംസാരശേഷിയും കുറവാണ്. കുട്ടിയുടെ തുടർ ചികിത്സയും സുരേഷ് ഗോപി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവർക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം, അതിനുള്ള സൗകര്യം ഒരുക്കാൻ പറ്റി, അത്രയേ ഉള്ളൂ. ഇനി ചികിത്സയുടെ കാര്യത്തിന് ഡോക്ടേഴ്സിനെ എല്ലാം വിളിച്ച് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഓവർ ഹെഡ്സ് എന്താണെന്നൊക്കെ നോക്കണം. ഒരുപാട് പബ്ലിക് പാർട്ടിസിപ്പൻസ് ഒരുപാട് വരുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വാർത്ത കണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. എന്നെയും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ട. അതെല്ലാം കൂടെ അവരെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് ഒത്തുചേർത്ത് കൊണ്ടുവന്ന് കുഞ്ഞിൻ്റെ അതുവഴി അതിൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതം കുറച്ചുകൂടി നല്ല രീതിയിൽ ആക്കാൻ പറ്റുമെന്ന് നോക്കാം. കിടപ്പാടം തിരികെ കിട്ടിയതിന്റെ സന്തോഷം കുടുംബത്തിന്. സുരേഷ് ഗോപി സാർ വന്ന് എനിക്കിപ്പോൾ ഈ പ്രമാണം എടുത്ത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സയുടെ കാര്യങ്ങളും കൂടിയൊക്കെ നടന്ന് കിട്ടുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാ ആളുകളോടും ജനത്തിനോടും കടപ്പെട്ട് ഇരിക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ആരും ഞങ്ങൾ ഇറക്കി വിടാണ്ട് ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഉള്ള ഒരു വഴിയൊരുക്കി തന്ന ആ മഹാത്മനോട് എന്ത് പറഞ്ഞാലും അതിൻ്റെ ആ ഇത് തീരെയില്ല. മൂത്ത പേരക്കുട്ടി ആരാധ്യയുടെ പഠന ചെലവ് ലോക്കോ പൈലറ്റ് സംഘബന്ധു സംഘടനയും ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആരാധ്യയുടെ വിദ്യാഭ്യാസം, ആ കുട്ടിക്ക് IAS വരെ പഠിക്കണം എന്നാണ് ആഗ്രഹം. ഞങ്ങളുടെ ആ സമർപ്പണം എന്നുള്ള ഗ്രൂപ്പ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം ഞങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ജപ്തി ഒഴിവായി വീട് തിരികെ ലഭിച്ചതോടെ മറ്റ് കഷ്ടതകളും നീങ്ങുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് രാജപ്പനും കുടുംബവും. ജനം, കൊച്ചി.